പ്രിയമുള്ളവരെ, വചനജ്വാല 1699 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ഏപ്രിൽ 26 ഞായറാഴ്ച എല്ലാവർക്കും ഏറ്റവും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. ദൈവത്തിന്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കുന്ന ഈ പൊൻസുദിനത്തിൽ നമ്മൾ ഇന്ന് വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ പാവറട്ടി തീർത്ഥകേന്ദ്രത്തിലെ തിരുനാൾ ആഘോഷിക്കുന്ന പൊൻസുദിനം കൂടെയാണ്. എല്ലാവർക്കും തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏറെ ഹൃദ്യമായി ആശംസിക്കുന്നു. വിശുദ്ധ യൗസേപ്പ് പിതാവ് നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ വചന വായനയിൽ ബാറൂക്കിന്റെ പുസ്തകം 3-ാം അധ്യായം 1 മുതൽ 19 വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ഇന്ന് ശ്രവിക്കുക. സർവശക്തനായ കർത്താവേ, ഇസ്രായേലിന്റെ ദൈവമേ, ദുഃഖിതമായ ആത്മാവും തളർന്ന ഹൃദയവും ഇതാ അങ്ങയോട് നിലവിളിക്കുന്നു. കർത്താവേ, ശ്രവിക്കണമേ, കരുണ തോന്നണമേ. ഞങ്ങൾ അങ്ങയുടെ മുൻപിൽ പാപം ചെയ്തിരിക്കുന്നു. അങ്ങ് എന്നേക്കും സിംഹാസനസ്ഥനാണ്, ഞങ്ങളോ എന്നേക്കുമായി നശിക്കുന്നു. സർവശക്തനായ കർത്താവേ, ഇസ്രായേലിന്റെ ദൈവമേ, ഇസ്രായേലിനെ മരണത്തിന് ഒഴിഞ്ഞിട്ടവരുടെ ഞങ്ങളുടെ ദൈവമായ കർത്താവിന്റെ സ്വരം ശ്രവിക്കാതെ അവിടുത്തെ മുൻപിൽ പാപം ചെയ്യുകയും അങ്ങനെ ഞങ്ങളുടെ മേൽ അനർത്ഥം വരുത്തി വയ്ക്കുകയും ചെയ്തവരുടെ മക്കളുടെ പ്രാർത്ഥന ശ്രവിക്കണമേ. ഞങ്ങളുടെ പിതാക്കന്മാരുടെ അപരാധങ്ങൾ ഓർക്കാതെ അങ്ങയുടെ നാമത്തെയും ശക്തിയെയും ഇപ്പോൾ സ്മരിക്കണമേ. എന്തെന്നാൽ അങ്ങാണ് ഞങ്ങളുടെ ദൈവമായ കർത്താവ്. കർത്താവേ, അങ്ങയെ ഞങ്ങൾ സ്തുതിക്കും. അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കുന്നതിനായി അങ്ങയെക്കുറിച്ചുള്ള ഭയം ഞങ്ങളുടെ ഹൃദയത്തിൽ അങ്ങ് നിക്ഷേപിച്ചു. അങ്ങയുടെ മുൻപിൽ പാപം ചെയ്ത ഞങ്ങളുടെ പിതാക്കന്മാരുടെ അകൃത്യങ്ങൾ ഞങ്ങൾ ഹൃദയത്തിൽ നിന്ന് ഉപേക്ഷിച്ചിരിക്കുന്നതിനാൽ ഞങ്ങളുടെ പ്രവാസത്തിൽ ഞങ്ങൾ അങ്ങയെ പുകഴ്ത്തും. ഞങ്ങളുടെ ദൈവമായ കർത്താവിനെ ഉപേക്ഷിച്ച ഞങ്ങളുടെ പിതാക്കന്മാരുടെ അകൃത്യങ്ങൾ നിമിത്തം ഞങ്ങൾ നിന്ദയും ശാപവും ശിക്ഷയും ഏറ്റുകൊണ്ട് അങ്ങ് ഞങ്ങളെ ചിതറിച്ചു കളഞ്ഞ ഇടങ്ങളിൽ ഇതാ ഞങ്ങൾ ഇന്നും പ്രവാസികളായി കഴിയുന്നു. യഥാർത്ഥ ജ്ഞാനം. ഇസ്രായേലെ, ജീവന്റെ കൽപ്പനകൾ കേൾക്കുക, ശ്രദ്ധാപൂർവം ജ്ഞാനമാലപിക്കുക. ശ്രദ്ധാപൂർവം ജ്ഞാനമാർജിക്കുക. ഇസ്രായേലെ, നീ ശത്രുരാജ്യത്ത് അകപ്പെടാൻ എന്താണ് കാരണം? വിദേശത്ത് വെച്ച് വാർദ്ധക്യം പ്രാപിക്കുന്നത് കൊണ്ട് മൃതരോടൊപ്പം അശുദ്ധനാകാൻ കാരണമെന്ത്? പാതാളത്തിൽ പതിക്കുന്നവരോടൊപ്പം നീ ഗണിക്കപ്പെടുന്നതെന്തുകൊണ്ട്? ജ്ഞാനത്തിന്റെ ഉറവിടം നീ പരിത്യജിച്ചു. ദൈവത്തിന്റെ മാർഗത്തിൽ ചരിച്ചിരുന്നെങ്കിൽ നീ എന്നേക്കും സമാധാനത്തിൽ വസിക്കുമായിരുന്നു. ജ്ഞാനവും ശക്തിയും വിവേകവും എവിടെയുണ്ടെന്ന് നീ അറിയുക. ദീർഘായുസ്സും ജീവനും സമാധാനവും കണ്ണുകൾക്ക് പ്രകാശവും എവിടെയുണ്ടെന്ന് അപ്പോൾ നീ ഗ്രഹിക്കും. അവളുടെ നികേതനം ആരാണ് കണ്ടെത്തിയത്? ആര് അവളുടെ കലവറയിൽ പ്രവേശിച്ചിട്ടുണ്ട്? ജനതകളുടെ രാജാക്കന്മാർ എവിടെ? ഭൂമിയിലെ
മൃഗങ്ങളെ ഭരിക്കുന്നവരെവിടെ? ആകാശത്തിലെ പക്ഷികളെ കൊണ്ട് വിനോദിക്കുന്നവൻ എവിടെ? എത്ര കിട്ടിയാലും മതിവരാത്ത സ്വർണത്തിലും വെള്ളിയിലും വിശ്വാസം അർപ്പിച്ച് അത് സംഭരിച്ചു വെക്കുന്നവരെവിടെ? പണം നേടാൻ ആർത്തി പൂണ്ട് അതിരറ്റ് അധ്വാനിക്കുന്നവരെവിടെ? അവർ അപ്രത്യക്ഷരായി പാതാളത്തിൽ നിപതിച്ചു. അവരുടെ സ്ഥാനത്ത് മറ്റുള്ളവർ വന്നിരിക്കുന്നു. ദൈവത്തിൻ്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് ക്രിസ്തുവിന്റെ സഹനത്തോട് ചേർന്ന് രക്തസാക്ഷികൾ എന്ന് വിളിക്കപ്പെടുന്ന 2 മാർപ്പാപ്പാമാരെയാണ് നാം ഇന്ന് അനുസ്മരിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുക. വിശുദ്ധ അനാക്ലീറ്റസ് പാപ്പയെയും വിശുദ്ധ മാർസലിനൂസ് പാപ്പായെയുമാണ് ഇന്ന് നാം അനുസ്മരിക്കുക. തിരുസഭയുടെ ശൈശവപ്രായത്തിൽ മാർപ്പാപ്പമാർ അനുഭവിച്ച കഷ്ടതകൾ വളരെ ഗുരുതരമായിരുന്നു. തന്നിമിത്തം അവരെല്ലാവരും വിശുദ്ധരുടെ ഗണത്തിലേക്ക് ഉയർന്നു. വിശുദ്ധ ക്ലീറ്റസ് മാർപ്പാപ്പ 12 സംവത്സരത്തോളം തിരുസഭയെ ഭരിച്ചു. 8 വർഷവും 3 മാസവും വിശുദ്ധ മാർസലിനൂസ് മാർപ്പാപ്പ പത്രോസിന്റെ സിംഹാസനത്തിലിരുന്ന് രക്തം ചിന്തിയില്ലെങ്കിലും ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചാണ് മരിച്ചത്. അതുകൊണ്ടാണ് ഒരു രക്തസാക്ഷിയായിട്ടാണ് അറിയപ്പെടുക. പ്രിയമുള്ളവരെ, രക്തസാക്ഷികൾ എന്ന് വിളിക്കപ്പെടുന്ന വിശുദ്ധ അനാക്ലീറ്റസ് മാർപ്പാപ്പയെയും വിശുദ്ധ മാർസലിനൂസ് പാപ്പായുടെയും മാധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു ഞായറാഴ്ച ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ മാധ്യസ്ഥം നിങ്ങൾക്കെല്ലാവർക്കും സമൃദ്ധമായി ഉണ്ടാകട്ടെ.